ഹരി ഓം. ഭഗവത്ഗീത 9-ാം അധ്യായം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ നവമോऽധ്യായഃ. ശ്രീഭഗവാനുവാച. ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. അശുഭാത് എന്നാണ്, പക്ഷേ മോക്ഷ്യസേ ശുഭാത് എന്ന് വായിച്ചാൽ മതി. പ്രശ്ലേഷം അവിടെ കിടന്നോട്ടെ. ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. രാജവിദ്യാ രാജഗുഹ്യം പവിത്രമിദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. അശ്രദ്ധാനാഃ പുരുഷാഃ അപ്പ ഇരട്ടി ചെല്ലണം. അശ്രദ്ധാനാഃ പുരുഷാഃ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തെ മൃത്യുസംസാരവർത്മനി. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിതഃ. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിതഃ ന ച മത്സ്ഥാനി ഭൂതാനി. പശ്യ മേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. യഥാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനീതി ഉപധാരയ. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താനി കൽപാദൗ വിസൃജാമ്യഹം. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താനി കൽപാദൗ വിസൃജാമ്യഹം. പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ. അപ്പം പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ. ഭൂതഗ്രാമമിമം കൃത്സ്നം നാക്ക് അവിടെ നിർത്തുകയും ചെയ്യുക. പിന്നെ അവശം പ്രകൃതേർവശാത്, അവശം എന്ന് എഴുതി ചേർക്കുക. ആ എന്നുള്ള മാ വെട്ടിയിട്ട് ആയാക്കുക. അവശം പ്രകൃതേർവശാത് ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനം. അത്രയും വരെ 8 അക്ഷരമായേ. ഉദാസീനവദാസീനം. പിന്നെ മാ വെട്ടുക, ആയാക്കുക അവിടെ. അസക്തം തേഷു കർമ്മസു എന്നോട് വായിക്കാം. ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു മയാധ്യക്ഷേണ പ്രകൃതിഃ സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തേയ ജഗദ് വിപരിവർത്തത്തെ. അതാണ് ജഗദ്വി എന്ന് വന്നത്. ജഗദ് വിപരിവർത്തത്തെ മയാധ്യക്ഷേണ പ്രകൃതിഃ സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തേയ
ജഗദ്വിപരിവർത്തതേ അവജാനന്തി മാം മൂഢാഃ. അവിടെ ഒരു വിസർഗം ചേർക്കണം ഇല്ലെങ്കിൽ. അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. മോഘാശ, മോയ അത് കേട്ടോ, മേയല്ല. മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിചേതസഃ. അതെല്ലാം മോ എന്നുള്ള അക്ഷരം തന്നെയാണ്. മേ എന്നല്ലേന്ന് സംശയം തോന്നണ്ട. മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിചേതസഃ രാക്ഷസീമാസുരീം ചൈവ. ച ഏവയാണ് ചൈവയായത്. രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. പ്രകൃതിം എന്നേ ഉള്ളൂ, തീം നീട്ടില്ല. പക്ഷേ മോഹിനീം എന്നുള്ളതിന് നീട്ടമുണ്ട്. രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ. അവിടെ ദൈവീം തന്നെയുണ്ട് കേട്ടോ. ഭജന്തി അനന്യ മനസോ, ഭജന്തി അനന്യ മനസോ, ഭജന്തി അനന്യ മനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം സതതം കീർത്തയന്തോ മാം. അവിടം വരെ. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ. ദൃഢവ്ര എന്ന് പറയണം, ദൃഢവ്രത എന്നല്ല, ദൃഢവ്രതാഃ. വ്രത എന്നുള്ള ഒന്ന് എടുത്ത് പറയണം. ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ഏകത്വേന പൃഥക്ത്വേന. പായേ ഉള്ളൂ കേട്ടോ. പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം അഹം ക്രതുരഹം യജ്ഞഃ. അവിടം വരെ 8 അക്ഷരം. അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹം അഹമൗഷധം. സ്വധാഹം അഹമൗഷധം മന്ത്രോഹം അഹമേവാജ്യം. അവിടെ അജ്യം എന്നാക്കുക, അവിടെ നിർത്തണം. പിന്നെ മാ വെട്ടിയിട്ട് അഹമഗ്നിരഹം ഹുതം. അഹം അഗ്നിർ അഹം ഹുതം എന്നൂടെ വായിക്കാം. അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹം അഹമൗഷധം. കേട്ടിട്ട് വായിച്ചാൽ മതി, അവിടെ ഒന്നും തിരുത്തണ്ട. സ്വധാഹം എന്നിട്ട് തിരുത്തിയിട്ട് അഹമൗഷധം എന്നൊന്നും ആക്കണ്ട. പക്ഷെ കേട്ട് ഒന്ന് ആ വാക്കുമായിട്ടൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം വായിക്കുക. അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹം അഹമൗഷധം മന്ത്രോഹം അഹമേവാജ്യം. അവിടെ നിർത്തണം. പിന്നെ മാ വെട്ടിയിട്ട് അഹമഗ്നിരഹം ഹുതം. അതായത് അത് 4ാം പാദം തുടങ്ങുന്നതായതുകൊണ്ടാണ് അവിടെ നിർത്താൻ പറഞ്ഞത്. ആ 3ാം പാദത്തിൽ മന്ത്രോഹമഹമേവാജ്യം നിർത്തുക. എന്നിട്ട് അഹം അഗ്നിരഹം ഹുതം പിതാഹമസ്യ ജഗതോ. അവിടെ നിർത്തുക. മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരഃ. അവിടെ ഒരു വിസർഗം ഇടുക. ഋക് സാമ യജുരേവ ച. ഋക്ക് വേദങ്ങളാ. ഋക്ക് വേദം, സാമവേദം, യജുർവേദം ഏവച. വേദ്യം പവിത്രമോങ്കാരഃ ഋക് സാമ യജുരേവ ച. ഗതിർഭർത്താ പ്രഭുസ്സാക്ഷി. പ്രഭുസ്സാക്ഷി ഗതിർഭർത്താ പ്രഭുസ്സാക്ഷി. നിർത്തുക. നിവാസശരണം സുഹൃത് പ്രഭവപ്രലയസ്ഥാനം. ആ പ്രായം ഇരട്ടിച്ചുച്ചരിക്കുക, സമസ്ത വാക്കായതുകൊണ്ട്.
പായും റായും കൂടെ ചേരുന്നതല്ലേ. പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം തപാമ്യഹമഹം വർഷം. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയാൽ മതി. തപാമി അഹമഹം വർഷം. തപാമ്യഹമഹം വർഷം നിഗൃഹ്ണാമ്യുത്സൃജാമി ച. നിഗൃഹ്ണാമി ഉത്സൃജാമി ച. ഒന്നിച്ച് വായിക്കാം. നിഗൃഹ്ണാമ്യുത്സൃജാമി ച. അമൃതം ചൈവ മൃത്യുശ്ച. അമൃതം ചൈവ മൃത്യുശ്ച. ഷായും ചായും കൂടെ. സദസച്ചാഹമർജുന. സദസച്ചാഹമർജുന. ത്രൈവിദ്യാ മാം സോമപാ പൂതപാപാഹ. നിർത്തുക. യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം. പൂജ്യമിടുക. അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. ദിവ്യാൻ ദിവി എന്ന് ചില പുസ്തകങ്ങളിൽ കാണാറുണ്ട്. ദിവ്യാൻ ദിവി ഇന്താന്ന് എഴുതുന്നത്, മന്ദാരം എന്നുള്ള ഇന്ത. അതാ ശരി തന്നെയാണ്, പക്ഷെ നമ്മൾ ദിവ്യാൻ ദിവി എന്ന് വായിച്ചാൽ മതി കേട്ടോ. തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം. പിന്നെ ആ മാ വെട്ടിയിട്ട് അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. ഒന്നുകൂടെ വായിക്കാം മൊത്തം. ത്രൈവിദ്യാ മാം സോമപാ പൂതപാപാഹ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം. അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. ഹരി ഓം.